അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദാദിലെ ദിക്റുകളുടെ മഹത്വങ്ങളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 16ാമത്തെ ദിക്റിന്റെ മഹത്വമാണ് ഈ ക്ലിപ്പിൽ ഉള്ളത്. 10 മിനിറ്റിൽ താഴെയുള്ള സമയം മാത്രം ഇതിന് ചെലവഴിക്കാൻ നാം തയ്യാറായാൽ നല്ല ഒരു അറിവ് നമുക്ക് കിട്ടും. ഈ ദിക്റ് അദ്ദാദിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലൊക്കെയും ഉപകാരപ്പെടുന്ന ദിക്റാണ്. 16ാമത്തെ ദിക്റ് യാ ഫാരിജൽ ഹമ്മി വയാ കാശിഫൽ ഗമ്മി യാ മൻ ലിഅബ്ദിഹി യഗ്ഫിറു വയർഹം. യാ ഫാരിജൽ ഹമ്മി വയാ കാശിഫൽ ഗമ്മി യാ മൻ ലിഅബ്ദിഹി യഗ്ഫിറു വയർഹം. യാ ഫാരിജൽ ഹമ്മി, മനോവിഷമങ്ങളെ നീക്കുന്നവനെ, വയാ കാശിഫൽ ഗമ്മി, പ്രയാസങ്ങള്, മനസ്താപങ്ങള്, ദുഃഖങ്ങള് അകറ്റുന്നവനെ, യാ മൻ ലിഅബ്ദിഹി യഗ്ഫിറു വയർഹം, അവന്റെ അടിമയോട് പുറത്തു കൊടുക്കുകയും കരുണ ചെയ്യുകയും ചെയ്യുന്ന റബ്ബെ എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ ദിക്റ് വലിയ മഹത്വമുണ്ട്. മാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ദുററുൽ മൻസൂർ എന്ന് പറയുന്ന കിതാബിൽ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖാല ലി അബി, എന്നോട് എൻ്റെ പിതാവ് പറഞ്ഞു, വഉഅല്ലിമുകി ദുആഅൻ അല്ലമനിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് ഞാൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തരാം. അല്ലമനിഹി, എനിക്കതിനെ പഠിപ്പിച്ചു തന്നത് റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചപ്പോ ഖുൽതു ബല, ഞാൻ പറഞ്ഞു അതെ. ഖാല, സമയത്ത് എന്റെ പിതാവ് പറഞ്ഞു, ആയിഷയുടെ പിതാവ് ആരാണ് എല്ലാവർക്കും അറിയാലോ, അറിയാത്തവര് ചോദിച്ചു മനസ്സിലാക്കണം, ഞാൻ പറയുന്നില്ല ഇപ്പൊ. ഖൂലി, നീ പറയണം, യാ ഫാരിജൽ ഹമ്മി വയാ കാശിഫൽ ഗമ്മി എന്ന് പറയുന്ന ദിക്റ് നീ വർദ്ധിപ്പിച്ചോ എന്നാണ് എന്നോട് എനിക്ക് പഠിപ്പിച്ചു തന്നത്. വകാന ഈസാ യുഅല്ലിമുഹുൽ ഹവാരിയീന, ഈസാ നബി അലൈഹിസ്സലാം പ്രത്യേകം തെരഞ്ഞെടുത്ത കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു ഈസാ നബിക്ക്. അവര് ഹവാരിയീങ്ങൾ എന്നാണ് അവർക്ക് പറയാ, സഹായികൾ. അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്ന ദിക്റാണത് യാ ഫാരിജൽ ഹമ്മി വയാ കാശിഫൽ ഗമ്മി എന്ന് പറയുന്ന ദിക്ർ. ലൗ കാന അലൈകി മിസ്ലു ഉഹുദിൻ ദൈന, നിങ്ങളുടെ മേലിൽ ഉഹുദ് പർവ്വതത്തിന്റെ അത്ര കടമുണ്ടെങ്കിലും ലഖല്ലാഹു അൻകി, ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ ആ കടത്തിനെ അല്ലാഹു വീട്ടുന്നതാണ്. അങ്ങനത്തെ ഒരു ദിക്ർ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചപ്പോ ഖുൽതു, ഞാൻ പറഞ്ഞു ബല, അതെ. ഖാല, അപ്പൊ എന്റെ പിതാവ് പറഞ്ഞു, ഖൂലി യാ ഫാരിജൽ ഹമ്മി വയാ കാശിഫൽ ഗമ്മി. അപ്പൊ വളരെയധികം മഹത്വമുള്ള പുണ്യമുള്ള ദിക്റാണ് ഈ ദിക്ർ എന്ന് ഇതിൽ നിന്ന് തന്നെ, ഈ ഒരൊറ്റ ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. ബഹുമാനപ്പെട്ട ഹാക്കിം എന്നവര് അവിടെ മുസ്തദ്റക് എന്ന കിതാബിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പുരുഷന്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അയാൾ പറയുന്നു, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പുരുഷനോട് പറഞ്ഞു, സൽ ഫഖദ് നളറല്ലാഹു ഇലൈക, നീ ചോദിക്കുക, അല്ലാഹു നിന്നിലേക്ക് നോക്കിയിരിക്കുന്നു എന്നാണ്. അപ്പൊ അദ്ദാദിലുള്ള യാ അർഹമർ റഹീമീൻ 3 പ്രാവശ്യം പറയലുണ്ട്. അതിന് വലിയ മഹത്വമുണ്ട് എന്ന്. അള്ളാഹു അത് ചൊല്ലുന്നവനിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കുമെന്നാണ്. റഹ്മത്തിന്റെ നോട്ടം നോക്കിയാൽ തന്നെ ഉടനെ തന്നെ ചോദിച്ചാൽ ഇജാബത്ത് കിട്ടും. അള്ളാഹ് ഇജാബത്ത് നൽകാൻ തയ്യാറായി നിന്നു എന്നാണ് അതിന്റെ അർത്ഥം.
വളരെയധികം മഹത്വങ്ങളുള്ള ഒരു ദിക്റാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അസ്മാഉകളും അവന്റെ പരിശുദ്ധ ഖുർആനും ദിക്റുകളും ഒക്കെ വർദ്ധിപ്പിച്ച് സുന്നത്തും ഫർളുമെല്ലാം ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കുന്ന അടിമകളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.